ഈ എക്സിറ്റ് പോളുകളെല്ലാം കാണിച്ചത് ഗോദി മീഡിയ എന്ന് കേരളത്തിലെ പ്രബുദ്ധരായും മറ്റ് പ്രോഗ്രസീവ് ആളുകളും പതിവായിട്ട് ആക്ഷേപിക്കുന്ന ചാനലിലാണ് ഇത് കാണുന്നത്. അപ്പം ഞാൻ ഈ ചാനലുകൾ കാണാറില്ല. അപ്പോൾ ഇത്രയും ദിവസം ഈ ഗോദി മീഡിയ ചാനലുകൾ കാണിച്ചതെല്ലാം തെറ്റും, ഇന്നലെ കാണിച്ച കണക്കുകൾ എന്തോ വളരെ പ്രാധാന്യമാണ്, എവിടെ നിന്നാണ് പ്രാധാന്യം വന്നു എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. അതിന് പ്രത്യേകിച്ച് അപ്പോൾ പലരും ചോദിക്കും, ഇതിനു മുമ്പും എക്സിറ്റ് പോൾ എന്നുള്ളൊരു വേൾഡ് അമേരിക്കയിൽ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ 1984 തൊട്ട് ഇന്ത്യ ടുഡേ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പ്രണവ് റോയ് പോലുള്ളവരുണ്ട്. അപ്പോൾ തീർച്ചയായും പക്ഷേ ഈ ഇലക്ഷനൊരു പ്രത്യേകത, നമ്മൾ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷവും ഇന്ന് നമ്മുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എന്തിനാണ്? ഒന്ന്, അവരുടെ പാർട്ടി വർക്കേഴ്സിനോട് ഈ കൗണ്ടിങ് തുടങ്ങുമ്പോൾ എങ്ങനെ പെരുമാറണം, എന്തെല്ലാം ചെയ്യണം. പിന്നെ മറ്റുള്ള നമ്മുടെ സിവിൽ സൊസൈറ്റിയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഇലക്ഷൻ കമ്മീഷന് വേണ്ടി നിരന്തരം എഴുത്തുകുത്തുകൾ നടത്തും. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായ സംശയങ്ങളുള്ള അത് ഏറ്റവും നിരാശപ്പെടുത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഇലക്ഷൻ. അതുകൊണ്ടാണ് ഞാനത് ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു തരത്തിൽ ഇന്നലത്തെ ഈ കണക്കുകൾ നമ്മൾ ഇത്ര വളരെ പ്രാധാന്യത്തോടെ ഇതിന് കാണിക്കുമ്പോൾ പറ്റുന്നത് ഈ ഇലക്ഷൻ ബൂത്തുകൾ ഈ മരിക്കാൻ പോലും പോകുന്ന ചൂടത്ത് ഉത്തർപ്രദേശ് മറ്റു കാര്യങ്ങളും ബൂത്തിലുള്ള ഏജന്റുമാരെ ചെയ്യുമ്പോൾ അവരുടെ മനോവീര്യം കെടുത്തുക എന്നുള്ളൊരു അറിഞ്ഞോ അറിയാതെയോ, അൺവിറ്റിംഗ്ലിയോ അതർവൈസ് അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങൾ അങ്ങനെ ഒരു വളരെ വലിയൊരു കുറ്റം ചെയ്തു. അതൊരു ക്രിമിനൽ കുറ്റം പോലെയാണ് ഞാൻ കാണുന്നത്. പത്രധർമ്മത്തിന് ഒട്ടും നിരക്കാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അബ്ദുറഹ്മാൻ സാറ് പറഞ്ഞു, ഞാനും യോജിക്കുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തു. എൻ്റെയും ഒരു ഓവറോൾ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും BJP തീർച്ചയായിട്ടും തിരിച്ചു വരും. നരേന്ദ്രമോദി ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിൻ്റെ നമ്പേഴ്സിനനുസരിച്ചിരിക്കും. പക്ഷേ എന്നെ ഏറ്റവും വേദനിപ്പിച്ചതും എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ചതും ഇന്നത്തെയും നമ്മുടെ മീഡിയ ഇതിനൊരു. പക്ഷേ രാജ്, ഞാൻ ചോദിക്കുന്നത് ഇത് സെഫോളജിയാണ്, പ്രൂവൺ സയൻസ് അതിന്റെ പിന്നിലായിരിക്കും. ഞാൻ അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഗോദി മീഡിയ പറയുന്ന എല്ലാം ന്യൂസ് ആണല്ലോ, നമ്മൾ അതൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ആര് ക്യാരി ചെയ്യുന്നു, ഇതിനെ കുറിച്ചുള്ള ബേസിക് ഡേറ്റ നമ്മുടെ വ്യൂവേഴ്സിനോ റീഡേഴ്സിനോ നമ്മൾ കൊടുത്തു. എത്ര സാമ്പിൾ സൈസ് എത്രയായിരുന്നു, എത്ര ദിവസം നടത്തു, ഏതൊക്കെ ദിവസങ്ങളാണ് ചെയ്തൊക്കെ, ഏതൊക്കെ ഫേസിൽ എങ്ങനെയൊക്കെ വന്നു. ചിലപ്പോൾ അവര് ചെയ്ത് കാണിക്കും, അവർ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ ടുഡേ ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട്, ഞാൻ എഡിറ്ററായിട്ട് എൻ്റെ ഒരു ന്യൂസ് റൂമിലുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ചാർട്ടോ എല്ലാം കാര്യം അല്ല, ഇതിന് തീർച്ചയായിട്ടും ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് കൊണ്ട് ഒരു പ്രശ്നമല്ല. എന്തായാലും വലിച്ചു നീട്ടി നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യാവുന്ന കൊടുത്ത് അതിന് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുന്നതിൽ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ രാഷ്ട്രീയമായ പരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ ഡേറ്റ എത്രമാത്രം നമുക്ക് റിലയബിൾ എന്നുള്ള കാര്യം അത് നമ്മൾ ഇത്ര വലിയ റിലയബിലിറ്റി എടുക്കുകയും നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെയും നമ്മൾ അറിയാതെ പറയാൻ നമ്മൾ സംശയിക്കുകയാണ്. കാരണം നമ്മൾ പറയുന്ന മറ്റേതോ ഏജൻസികൾക്കാണ് കൂടുതൽ വിശ്വാസവും നമ്മൾ അറിയാതെ നമ്മൾ പറയുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.